പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരാൻ പോവാണ് അല്ലേ? വളരെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം പരിശുദ്ധ റബീഇൻ്റെ പൊന്നമ്പിളി വാനിലുയരുന്നത് നമുക്ക് കാണാൻ പറ്റും. അൽഹംദുലില്ലാ. പടച്ചോനെ, റബീഇലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ മൗലിദ് ഓതാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിർബന്ധമായും ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്ക് പഠിക്കണം. ഇത് മനസ്സിലാക്കിയാൽ ഏത് മുജാഹിദും മൗലിദ് ഓതും. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഓതിയിട്ട് കാര്യമില്ല കേട്ടോ. മനസ്സിലാക്കി ഓതിയാൽ മുത്തുനബി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ മുഴുവനായി കാണുക, മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹബീബിൻ്റെ മാദിഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. പിന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ? പല ഭാഗത്തു നിന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കും ആൾക്കാർ. മൗലിദ് എല്ലാം പാടുണ്ടോ? റബീഉൽ അവ്വലിൽ എന്താണ് ബഹുമാനം? നബി വഫാത്തായ ദിവസമല്ലേ? മക്കത്ത് മൗലിദുണ്ടോ? മദിയത്തുണ്ടോ? ഒരുപാട് ചോദ്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ വക കാര്യങ്ങൾ ശരിക്കും പഠിക്കാണ്ട് നമ്മൾ മൗലിദ് ഓതിയാൽ, റബീഉൽ അവ്വലിനെ വരവേറ്റാൽ പിശാച് നമ്മുടെ ഈമാനെ വല്ലാതെ അങ്ങ് മുതലെടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ശരിക്കും നമുക്ക് ആ വിഷയം ഒന്ന് പഠിച്ചാലോ? നമുക്ക് ഒരുമിച്ചൊന്ന് കേൾക്കാം. റെഡിയല്ലേ നിങ്ങൾ? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജിൻ്റെ 32-ാമത്തെ ആയത്തിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്, ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് നിങ്ങൾക്ക് ഒരു ആദരവ് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളാണ് തഖ്വയുള്ളവർ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടോയെന്ന് നോക്കാനുള്ള അടയാളം എന്താണ്? അള്ളാന്റെ ചിഹ്നങ്ങളോട് നിങ്ങൾക്കൊരു ആദരവ് തോന്നുന്നുണ്ടോ? ചിഹ്നങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കൈപ്പത്തി കാണുമ്പോൾ നമുക്ക് UDF ഓർമ്മ വരും. അരിവാൾ ചുറ്റിക കാണുമ്പോൾ LDF ഓർമ്മ വരും. പിന്നെ വേറെന്താ, അത് പറയണ്ട. അങ്ങനെ നമുക്ക് പലരെയും ഓർമ്മ വരും പല ചിഹ്നങ്ങളും കാണുമ്പോൾ അല്ലേ? എന്നാൽ ഇത്തരം ചില ചിഹ്നങ്ങൾ, അള്ളാന്റെ ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും. അതെന്തൊക്കെയാ? അള്ളാഹ് ആദരിച്ച സ്ഥലങ്ങൾ, അള്ളാഹ് ആദരിച്ച സമയങ്ങൾ, അള്ളാഹ് ആദരിച്ച വ്യക്തിത്വങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സമയങ്ങൾ, മൃഗങ്ങൾ പോലും അള്ളാഹുവിന്റെ ചിഹ്നത്തിൽപ്പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹ് ബഹുമാനിച്ച സ്ഥലം പള്ളിയിൽ വരുമ്പോ ഇത് ഒരു അള്ളാഹുവിനെ ഓർമ്മ വരുന്നില്ല എങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു. ചിലർ പറയാറുണ്ട്, പള്ളിയാണ് ഞാൻ നോക്കൂലാട്ടാ. എന്തെങ്ങനെ പറയാൻ കാരണം? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തഖ്വയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ തഖ്വയില്ല. അങ്ങനെ പറയില്ല നമ്മൾ. ദേഷ്യം വരും, പള്ളിയാണ് ഞാൻ നോക്കൂല. അങ്ങനെ നോക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് അള്ളാനെ ഓർമ്മ വന്നിട്ടില്ല. അതുപോലെ അള്ളാഹ് ബഹുമാനിച്ച സമയം, വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചയാണ് ഞാൻ നോക്കൂല കേട്ടോ, നല്ലത് പറയുന്നതാണ്. കാരണം ആ വെള്ളിയാഴ്ചയിലും നമുക്ക് അള്ളാനെ കിട്ടിയിട്ടില്ല. അള്ളാഹ് ബഹുമാനിച്ച സ്ഥലം, ഒരു സ്ഥലം നമ്മൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു. ഏതാണ്? ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമർ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. സഫയും മർവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്. നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ സഅയ് ചെയ്യണം. അതുകൊണ്ടൊരു കുഴപ്പമില്ല. അപ്പം അതിന്റെ കാരണം നമ്മൾ വിശദീകരിച്ചിരുന്നു അല്ലേ? ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഹജ്ജിന്റെയും ഉംറയുടെയും ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മമാണേത്? സഫയുടെ മറുപടിയുടെ ഇടയിൽ സഅയ് ചെയ്യുക. പക്ഷെ പടച്ചോൻ പറയണത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെയ്യണം എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ചില ആളുകൾക്ക് അതൊരു കുഴപ്പമായിട്ട് തോന്നിയിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഈ നാട്ടിലെ പുത്തൻവാദികളെ പറയുന്നത് പോലെയൊക്കെ ശിർക്കാവൂല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു കല്ലിന്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങുക. അള്ളാന്റെ ചുറ്റാണ് നമ്മൾ കറങ്ങണത്. ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് ഒരു കല്ലിനെ ചുംബിക്കുക, ഹജറുൽ അസ്വദിനെ, പച്ച ശിർക്ക് അല്ലേ? ഒരു നബിയുടെ കാൽപാദം പതിഞ്ഞ ഒരു കല്ല്, ഇബ്രാഹിം മക്കാം എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ മക്കാമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചവിട്ടിയ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ മുമ്പിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. കൊടിയ ശിർക്ക് അല്ലേ? സഫയുടെ മറുപടി ഇടക്കിടന്ന് ഓടുക. എന്തിന്? ഭൂമി പൂജ.
ഭൂമി പൂജ, അങ്ങനെയൊക്കെയാണല്ലോ. മഅദല്ലാ, നല്ല പറയാ അത് അള്ളാന്റെ ചിഹ്നങ്ങളാണ്. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചില സന്ദേഹങ്ങൾ ഉണ്ടായി. അത് വെറുതെ ഉണ്ടായതല്ല, ചില കാരണങ്ങളുണ്ട്. കാരണം മക്കം ഫത്തഹിന് മുമ്പ് പഴയ കാലത്ത് സഫാ കുന്നിന്റെ മുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഈസാഫ് ദേവന്റെ പ്രതിമ ഉണ്ടായിരുന്നു. മർവ കുന്നിന്റെ മുകളിൽ നായില ദേവിയുടെ പ്രതിമയും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഈസാഫും നായിലയും ആരാണ്? പൂർവ്വകാലത്ത് കഅബാലയത്തിന്റെ മുമ്പിൽ വിവസ്ത്രരായി നിന്ന് വ്യഭിചരിച്ചവരാണ്. അള്ളാഹുവിന്റെ കോപമിറങ്ങി അവർ കരിങ്കൽ സ്തൂപങ്ങളായിപ്പോയി. അപ്പൊ ഒരു ജനങ്ങൾക്ക് കഅബാലയത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ അന്നത്തെ കാലത്ത് ആളുകൾ സ്ഥാപിച്ചിരുന്നതാണ്. പിന്നീട് അതിനെ ആളുകൾ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ സഫയുടെ മുകളിലും മർവയുടെ മുകളിലും ആരാധനാപാത്രങ്ങളായി തുടരുന്ന സമയത്ത് മക്കം ഫത്തഹ് നടക്കുന്നു. ഈ ആരാധനാപാത്രങ്ങളൊക്കെ എടുത്തു മാറ്റപ്പെട്ടു. അള്ളാഹ് ആയത്തിറക്കാൻ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്, നിങ്ങൾ സഅയ് ചെയ്തോളണം. അപ്പൊ സഹാബത്തിനൊരു പ്രയാസം, നബിയെ ഇന്നലെ വരെ നായിലേനെ ഇസാഫിനെയൊക്കെ പൂജിച്ച സ്ഥലമല്ലേ, ഇന്നിപ്പോ എങ്ങനെയാണ്? അള്ളാഹ് പറഞ്ഞു പറ്റൂല. ഇന്ന സഫാ വൽ മർവ മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അത് ചിഹ്നമാകാൻ കാരണം എന്തേ? അള്ളാഹുവിന്റെ വലിയത്തായൊരു പെണ്ണ്, അള്ളാഹുവിന്റെ വലിയത്തായ സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൽ തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടൊരു നടത്തം നടന്നിട്ടുണ്ട്. ആ ഹാജറിന്റെ മണ്ണ് പതിഞ്ഞ ഭൂമി ആയതുകൊണ്ട് അവിടെ എന്തെല്ലാം ശിർക്ക് നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്കത് വിഷയമല്ല, നിങ്ങൾ നടന്നോളണം, എന്റെ ചിഹ്നമാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഫയും മർവയും അള്ളാന്റെ ചിഹ്നമായതിന്റെ കാരണം അവിടെ ഹാജറ എന്ന പെണ്ണ് നടന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ അള്ളാന്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ്. മൃഗങ്ങൾ പോലും സൂറത്തുൽ ഹജ്ജിന്റെ 36, വൽബുദ്ന ജഅൽനാഹാ മിൻ ശആഇരില്ലാഹ്, ബലിമൃഗം അള്ളാന്റെ ചിഹ്നം. എന്തേ? ബലിമൃഗത്തെ കാണുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രവാചകനെയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കണ്ടോ, എന്റെ ഖലീലിനെ ഓർമ്മ വരുന്ന മൃഗമാണെങ്കിൽ ആ മൃഗവും എന്റെ ചിഹ്നമാണ്. ആ സഫയിലൂടെയും മർവയിലൂടെയും നിങ്ങൾ നടക്കുമ്പോൾ എന്റെ വലിയത്തായ ഹാജറിനെ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ അതും എന്റെ ചിഹ്നമാണ്. അങ്ങനെ ആ മദീനയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അതും എന്റെ ചിഹ്നമാണ്. നിങ്ങളുടെ കൽബിൽ അള്ളാഹു സ്നേഹിച്ചവരെ, അള്ളാഹ് ആദരിച്ചവരെ നിങ്ങളുടെ കൽബിലേക്ക് ഏതൊന്നാണോ ശ്രദ്ധ ക്ഷണിക്കുന്നത് അത് അള്ളാന്റെ ചിഹ്നമാണ്. സുബ്ഹാനക യാ റബ്ബ്. ഈ നിലക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ അള്ളാന്റെ ചിഹ്നം. അള്ളാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശആഇറല്ലാഹ്. ഈമാനുള്ളവരെ, ഇതൊക്കെ പറയണത് പൊതുജനങ്ങളോടല്ല, എല്ലാവരോടും കൂടെ അല്ല. കാരണം എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അവരുടെ ഉള്ളില് അവരിങ്ങനെ സാങ്കല്പികമാക്കി ഉണ്ടാക്കി വെച്ച കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെയൊക്കെ പൊളിച്ചു കളയപ്പെട്ട ഈമാനുള്ള മോമിനീങ്ങളോടാണ്, മുസ്ലിങ്ങളോടല്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശആഇറല്ലാഹ്, അള്ളാന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുതേ. ഇതല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചോദിക്കും, പള്ളീന്റെ അടുത്ത് ഇപ്പൊ കാല് നീട്ടിയിരിക്കണോണ്ടെന്താ, പള്ളീന്റെ അടുത്ത് ഇപ്പൊ തലകുത്തിയിരിക്കണോണ്ടെന്താ? ചോദ്യങ്ങളാണ്. പള്ളി ആദരിക്കണം എന്ന് പറയുമ്പോ അതൊക്കെ ഒരു ആദരവിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയൂലല്ലോ അല്ലേ? അങ്ങനെയുള്ള ചോദ്യം വരുന്നത് എന്തുകൊണ്ടാ? ഈ മൂമിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പെടാത്തതുകൊണ്ടാണ്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ അങ്ങനെയാണ്. റബീഉൽ അവ്വൽ അവിടത്തെ ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസാണ്. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആ റബീഉൽ അവ്വലിനോട് നിങ്ങൾക്കൊരു പ്രത്യേക മഹബ്ബത്ത് തോന്നുന്നുണ്ടോ എങ്കിൽ അത് തഖ്വയുള്ളതിന്റെ അടയാളാണ്. നബി മരിച്ചതൊന്നല്ലേ? നബി ഇങ്ങനെ ദഫ് വിളിച്ചിട്ടുണ്ടോ? നബിയുടെ കാലത്തുണ്ടായിരുന്ന സ്പീക്കർ ഏതാണ്? അന്ന് വെച്ചത് അഹുജ തന്നെയാണെങ്കിൽ ഇക്കാലത്ത് അഹുജ തന്നെ വേണം. ഇത് മുഅ്മിനാകാത്തതിന്റെ പ്രശ്നമാണ്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വൽ 12-നാണ്. അവിടെ നിന്ന് ജനിച്ചതും റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ ഉസ്താദേ നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട എന്നാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ ഇസ്ലാമിൽ ഓപ്ഷൻ ഇല്ല. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഖൈർ കിട്ടിയാൽ സന്തോഷിക്കണം. അങ്ങനെ മരണത്തിന്റെ പേരിൽ കൊല്ലം ദുഃഖമാചരിക്കുന്നവർ ഷിയാക്കളാണ്.
അവരാണ് ആശുറാഇന്റെ അന്ന് നെഞ്ചൊക്കെ ഇടിച്ചു പൊളിച്ച് ഡ്രസ്സൊക്കെ വലിച്ചു കീറിയിട്ട് പൊട്ടിക്കരയുന്നവർ. ഈ ബിദ്അത്തുകാരായ ആളുകൾ പറയാറില്ലേ, അന്ന് റസൂലുള്ള വഫാത്തായ ദിവസം, ലോകം കരഞ്ഞ ദിവസം. അപ്പൊ ഇവരും വീട്ടിലിരുന്ന് കരയാണെന്ന് തോന്നുന്നു അല്ലേ? അത് ശീഈകളുടെ ആചാരമാണ്. ഇസ്ലാമിന്റെ അനുഷ്ഠാനം എന്താ? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 ദിവസമാണ് ദുഃഖാചരിക്കാൻ പറ്റുക. 3 ദിവസം കഴിഞ്ഞാൽ ദുഃഖാചരണം ഇല്ല. ഭാര്യക്ക് പോലും 4 മാസം 10 ദിവസം ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ വേറെ ആളെ കല്യാണം കഴിക്കുക. അപ്പൊ കൊല്ലം ആണ്ട് നടത്തണില്ല ഉസ്താദെ? ആണ്ട് നടത്തുന്നത് ദുഃഖാചരിക്കാനല്ല. നിങ്ങൾ ആരെങ്കിലും ദുഃഖാചരിക്കാനാണ് ആണ്ട് നടത്തുന്നത്? അല്ല. ആ മനുഷ്യന്റെ പേരിൽ ഖുർആൻ ഓതി നല്ല കാര്യങ്ങൾ ചെയ്ത് മൗലിദ് ചൊല്ലിയിട്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ ആ ഖബറിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹ് എല്ലാ കൊല്ലവും ഖദീജ ബീവിയുടെ മദ്ഹ് പറയായിരുന്നു. അവിടുത്തെ പേരിൽ അറുത്തിട്ട് കൂട്ടുകാർക്കിടയിൽ ദാനം ചെയ്യുമായിരുന്നു. എല്ലാ കൊല്ലം തികയുമ്പോൾ ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് പ്രത്യേകമായി ചെയ്യുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതൊക്കെ മുത്തുനബിയിൽ മാതൃകയുള്ളതാണ്. അപ്പൊ ദുഃഖാചരിക്കുക എന്ന് പറയുന്നത് റബീഉൽ അവ്വൽ 12 അന്ന് അങ്ങനെ ഒരു ദുഃഖമില്ല. അത് സന്തോഷത്തിന്റെ ദിവസമാണ്. എന്റെ ജന്മവും എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. സൗദിയിലില്ലല്ലോ. സൗദിയിലില്ലല്ലോ. സൗദിയില് ഹറം പള്ളികളില് തറാവീഹ് 20 റക്അത്താണ്. നമ്മൾ എത്ര നിസ്കരിക്കണേ? 8. സൗദിയിലില്ലല്ലോ. എന്തേ ചോദിക്കാത്ത? സൗദിയിൽ ആരാണോ ഭരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടപ്പാക്കും. വെറും 100 കൊല്ലം പിറകിലേക്ക് പോയാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ജന്നത്തുൽ ബഖി അലിൽ ജന്നത്തുൽ മുഅല്ല ബിഫോർ ഡിമോളിഷൻ. അവിടെ അടിച്ച് തകർക്കുന്നതിന് മുൻപ് മക്ബറകൾ കെട്ടിപ്പൊക്കിയിരുന്നു. ഖദീജ ബീവിയുടെ ഒക്കെ മക്ബറയുടെ കുബ്ബ എത്ര ഉയരമുള്ളതായിരുന്നു. ഫലസ്തീനെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ ഹിജാസിന്റെ ഭരണം നേടിയ ആല് സഊദ് ചെയ്തു വെച്ച തോന്നിവാസമാണ് ഇന്ന് സൗദി അറേബ്യയിൽ കാണുന്നത്. ആല് സഊദ് ചെയ്തു വെച്ച തെമ്മാടിത്തരം, ഇസ്രായേലിന്റെ അടിമകൾ ചെയ്തു വെച്ച തെമ്മാടിത്തരമാണ് അവിടെയുള്ള മക്ബറകൾ തകർത്ത് കളഞ്ഞത്. അത് ദീനുമായിട്ടൊരു ബന്ധമില്ല. ദീനുമായിട്ടൊരു ബന്ധമില്ല. അലിയെ നിങ്ങൾ പൊങ്ങി നിൽക്കുന്നത് അടിച്ചു തകർക്കണമെന്ന് ഹദീസ് ഉണ്ടെന്ന്. പച്ചക്കളവ്. ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഖബറുകൾ എന്നുണ്ടായിരുന്നു. അത് സമമാക്കണം അലിയെ എന്നാണ് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹ്. അടിച്ചു തകർക്കണം എന്നൊരു വാക്ക് പോലും ആ ഹദീസിൽ നിന്ന് കാണിക്കാൻ പറ്റൂല. അന്നു മുതൽ ഈ 100 കൊല്ലം മുൻപ് വരെ പരിശുദ്ധ ബഖീഇലും മുഅല്ലയിലും ഖബറുകൾ ഭംഗിയായി കെട്ടിപ്പൊക്കിയിരുന്നു. മൗലിദ് ഭംഗിയായി പൊതുവായി ആഘോഷിച്ചിരുന്നു. കഅബാലയത്തിന്റെ ഉള്ളിൽ പോലും മൗലിദിന്റെ ഹലറകൾ നടന്നിരുന്നു, ഹൽക്കകൾ നടന്നിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്നു. ഇതൊക്കെ തകർത്ത് കളഞ്ഞ് പടച്ചോന്റെ ഊഫിക്കൊണ്ടാണ് കഅബ പൊളിക്കാതിരുന്നതില്ല. ആദ്യം ശിർക്കാണെന്ന് പറഞ്ഞ് ഒരു പൊളിച്ചേനെ. കാരണം ഉയർത്തപ്പെട്ടതൊക്കെ അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങാണല്ലോ. അമ്പലത്തിൽ തവാഫിയുണ്ട്, ഇവിടെയും തവാഫിയുണ്ടെന്നാ പറയാ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ? അള്ളാന്റെ ദീൻ എന്താന്ന് പഠിക്കാതെ പോയി കേവലം ആചാരങ്ങൾ നോക്കി അതിലേക്ക് ശിർക്കിനെയും തൗഹീദിനെയും കൊണ്ടുവന്ന മനുഷ്യർ, ഖൽബ് എന്താണെന്നറിയാത്ത മനുഷ്യർ. അപ്പൊ ഫലസ്തീനെ ഒറ്റുകൊടുത്തിട്ട് ഇവർക്ക് ഹിജാസിന്റെ ഭരണം കിട്ടിയപ്പോ ഇവർ ആദ്യം ചെയ്തത് ഇസ്ലാമിന്റെ ശിആറുകളെ, അള്ളാഹുവിന്റെ ശിആറുകളെ അടിച്ചു നിരപ്പാക്കലാണ്. ഇപ്പൊ സൗദിയിലുണ്ടോ എന്ന് ചോദിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയുള്ള വിഷയമല്ല. എല്ലായിടങ്ങളും മൗലിദുകളുണ്ട്. സൗദിയിൽ തന്നെ പലയിടങ്ങളിലും എത്രമേൽ മനോഹരമായി റസൂലുള്ളാഹിയുടെ മദ്ഹ് ഓതുന്നുണ്ട്. ഗവൺമെന്റ് നടത്തുന്നില്ല, അത് ഗവൺമെന്റിന്റെ തോന്നിയാസം, അല്ലാതെ എന്ത് പറയാനാ? സൗദി അറേബ്യ ഷിയാക്കൾ ഭരിച്ച കാലം ഉണ്ടായിരുന്നു. എത്രയോ മാസങ്ങൾ ഹജറുൽ അസ്വദ് മക്കത്തുണ്ടായിരുന്നില്ല. ഹജറുൽ അസ്വദ് അവിടെ നിന്ന് മാറ്റിയിരുന്നു. അന്ന് ഭരിച്ചോര് ചെയ്തത് ശരിയാണെങ്കിൽ അന്ന് അവിടെ ഹജറുൽ അസ്വദ് ഇല്ലാതിരുന്നതും ശരിയാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. അവിടെ ആര് ഭരിക്കുന്നു അവരുടെ തോന്നിവാസങ്ങൾ അവിടെ നടപ്പാക്കും. ഇസ്ലാമുമായിട്ട് അതിന് ഒരു ബന്ധമില്ല. ഇന്നെന്തെല്ലാം തോന്നിവാസങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത്ര നാളില്ലാതിരുന്ന പലതും അവിടെ നടക്കുന്നില്ലേ? പല ഡാൻസുകളുടെ പേരിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നില്ലേ? ഇസ്ലാമിലേക്ക് അത് ഇസ്ലാമിക രാഷ്ട്രവും അല്ല. ഇസ്ലാമികപരമായി ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രവും ഇന്ന് ലോകത്തില്ല. ഒരു രാഷ്ട്രവും ഇസ്ലാമികപരമായ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രവും ഇന്ന് ലോകത്തെവിടെയും നമുക്ക് കാണാൻ പറ്റൂല. എല്ലായിടത്തും ഭരിക്കുന്നവരുടെ തോന്നിയാസാണ്. ഇപ്പൊ UAE-യിൽ തന്നെ ജായിസത്തുൽ ബുർദ എല്ലാ കൊല്ലവും നടക്കുന്ന മനോഹരമായ മൗലിദിന്റെ സദസ്സാണ്. ലക്ഷക്കണക്കിന് ഡോളറുകളാണ് സമ്മാനമായിട്ട് ആ മൗലിദിന് കൊടുക്കുന്നത്. അപ്പൊ പലയിടങ്ങളിലേക്കും നോക്കാനല്ല. ഇനി വേണ്ട, ഈ പറയുന്ന ആളുകളുടെ നേതാവായ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ قد يفعله بعض الناس ويكون له فيه أجر عظيم لحسن قصده وتعظيمه لرسول الله صلى الله عليه وسلم.
കുറെ മനുഷ്യന്മാർ റസൂലുള്ളാന്റെ മൗലിദ് നടത്തുന്നുണ്ട്. അവരുടെ ഉള്ളിൽ റസൂലുള്ളാനോട് ആദരവുള്ളത് കൊണ്ട് വമ്പൻ പ്രതിഫലം അവർക്ക് കിട്ടിയേക്കാമെന്ന് പഠിപ്പിക്കുന്നത് ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾക്ക് വായിച്ചു നോക്കാലോ. അദ്ദേഹം പോലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ മനുഷ്യന്മാര്, ലോക്കൽ നേതാക്കളാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊല്ലം പറ്റുമെന്നുള്ളതാണ്. കൊല്ലം സംഘടനയുടെ വാർഷികം പലരും ആഘോഷിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരുന്നതിന്റെ വാർഷികം കൊല്ലം നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ദീനിന് വേണ്ടിയിട്ടല്ലേ? പ്രതിഫലം കിട്ടൂല എന്ന് ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും സംഘടനയുടെ വാർഷികം നടത്താറുണ്ടോ? ഇല്ലല്ലോ. സംഘടനയുടെ റാലി നടത്താറുണ്ട്, കുഴപ്പമില്ല. റസൂലുള്ളാഹിയുടെ പേരിൽ കുറച്ച് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ അവർക്ക് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ അത് ഈമാനില്ലായ്മയുടെ അടയാളം മാത്രമാണ്. റസൂലുള്ളാഹിയുമായി ബന്ധമില്ലാത്തതിന്റെ ഏറ്റവും വ്യക്തമായ സുവ്യക്തമായ അടയാളം മാത്രമാണത്. ഞങ്ങൾക്ക് റസൂലുള്ള വലുതാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തെക്കാൾ വലുത് ഞങ്ങൾക്ക് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ, എന്താണ് ഈ റബീഉൽ അവ്വൽ? ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഈ ലോകം പടയ്ക്കുമ്പോൾ തന്നെ 12 മാസങ്ങളായിരുന്നു എന്നാണ്. ഈ മാസങ്ങളൊക്കെ പറഞ്ഞിട്ട് പടച്ചോൻ അവസാനം പറയാൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഈ മാസങ്ങളുടെ പേര് പറഞ്ഞിട്ട് പടച്ചോൻ പറയാ അല്ലാഹ് മുത്തഖീങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാസങ്ങളിലുണ്ട് ബഹുമാനിക്കപ്പെടേണ്ട ചില സംഗതികൾ. അതിനെ നിങ്ങൾ ആദരിച്ചാൽ നിങ്ങൾ തഖ്വയുള്ളവരാണ്, ഞാൻ അവരുടെ കൂടെയാണ്. മാസങ്ങളുടെ പേര് വെച്ചതാരാണ്? അല്ലാഹു തന്നെയാണ്. റസൂലുള്ളാഹി അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് പറയുന്നുണ്ടോ അത് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് മുഖേനയാണ്. റമദാൻ പാപങ്ങൾ കരിക്കുന്ന മാസം, ദുൽഹജ്ജ് ഹജ്ജിന്റെ മാസം, റബീഉൽ അവ്വൽ വസന്തമാണ്. റബീ എന്ന് പറഞ്ഞാൽ വസന്തം ഇല്ലേ? വസന്തം എന്ന് പറഞ്ഞാൽ പൂക്കളും മറ്റു കായ്കനികളും ഒക്കെ ഭംഗിയായി മനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. എല്ലാ റബീഉം അങ്ങനെയാണോ? അറബ് കലണ്ടറെ നമുക്കൊരിക്കലും കാലങ്ങളുമായി ബന്ധിപ്പിക്കാൻ പറ്റൂല. മലയാളം കാലണ്ടർ നമുക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും. തുലാമാസം മഴയുടെ മാസം എന്ന് പറയാം. അങ്ങനെ പല മാസങ്ങളെയും നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. പക്ഷെ അറബ് മാസം അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റൂല. ചിലപ്പോൾ റമദാൻ വരുന്നത് നല്ല തണുത്ത സമയത്തായിരിക്കും, അടുത്ത കൊല്ലം റമദാൻ നല്ല ചൂടത്തായിരിക്കും. ഇതുപോലെയാണ് റബീഉൽ അവ്വൽ, മാറി 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 വരും. അപ്പൊ ഇവിടെ റബീഉ എന്താണ്? ഇരുളടഞ്ഞ മാനവ മക്കളുടെ ഹൃദയത്തിലേക്ക് വസന്തമായി പെയ്തിറങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനമാണ് റബീഉ. റബീഉ വസന്തമാര മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വൽ ആദ്യത്തെ വസന്തം, ആദ്യത്തെ വസന്തം. അതെന്താ ആദ്യത്തെ വസന്തം? സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മത്താ കുൻത നബിയ്യൻ യാ റസൂലല്ലാഹ്, അങ്ങെപ്പോഴാണ് നബിയായത് തങ്ങളെ? 40 വയസ്സിൽ നുബുവത്ത് കിട്ടിയപ്പോഴാണ് നബിയായത് എന്ന് എല്ലാവർക്കും അറിയാം. സ്വഹാബത്തിന് ഇതൊക്കെ അറിയാം. എന്നിട്ടും സ്വഹാബത്ത് അങ്ങനെ ചോദിക്കണമെങ്കിൽ ചില സന്ദേഹങ്ങൾ സ്വഹാബത്തിന് ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. എന്താണത്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് കയറി വരുമ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് മൂസാ നബിയുടെ മൗലിദ് പറയാം, മദ്ഹ് ഇങ്ങനെ പറയാം. മൂസ കലീമുല്ലാഹ്, മൂസ അള്ളാന്റെ കലീമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര വർണ്ണനയാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച്. അപ്പൊ റസൂലുള്ളാഹി അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറയുന്നത്? ഞങ്ങൾ ഇങ്ങനെ മൂസാ നബിയെ കുറിച്ച് പറയാം. ഞാൻ ആരാന്നറിയോ? ഞാൻ ആരാണെന്നറിയുമോ? അന സയ്യിദു വുൽദി ആദം, ആദം മക്കളുടെ മുഴുവൻ നേതാവ് ഞാനാണ്. ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. ഇന്നെങ്ങാനും മൂസ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ പിന്നാലെ എന്റെ പെട്ടിയും പിടിച്ച് നടക്കേണ്ടി വന്നേനെ സയ്യിദുനാ റസൂലുള്ളാഹ്. ആലോചിച്ച്, ഇന്നെങ്ങാനും മൂസ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ബാഗ് എടുത്ത് പുറകെ നടക്കേണ്ടി വന്നേനെ. അപ്പൊ ഞാനാരാ? ആരത് പറഞ്ഞു കൊടുക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹ്. അന സയ്യിദു വുൽദി ആദം, ആദം സന്തതികളുടെ മുഴുവൻ നേതാവ് ഞാനാണ്. ആദം സന്തതികളുടെ മുഴുവൻ നേതാവ് ഇല്ലേ? അത് ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി, യുക്തിപരമായി പോസിബിൾ ആകുന്ന ഒരു സംഗതിയാണോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് ഇപ്പോഴുള്ള ആളുകളുടെ നേതാവാകാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് ജനിക്കുന്ന ആളുടെയും നേതാവാകാം. പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് മുമ്പുള്ള 1000 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 4000 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 1,00,000 കൊല്ലം മുമ്പ് ഉള്ള എല്ലാവരുടെയും നേതാവാകുന്നത് എങ്ങനെയാ? ഇതിലൊക്കെ സ്വഹാബത്തിന് കുറച്ച് സംശയം വന്നു. നബി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ ശരിക്കും മത്താ കുൻത നബിയ്യൻ, അങ്ങ് എപ്പോഴാണ് നബിയായത്? കുൻതു നബിയ്യൻ വൽ ആദമു ബൈന ത്വീനി വൽ മാ. ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരിക്കുമ്പോഴേ ഞാൻ നബിയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എത്രമേൽ കൃത്യാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല, ആദ്യം അല്ലാഹു പടച്ചത് എന്താ നബിയേ? നൂറ നബിയിക യാ ജാബിർ, നിന്റെ നബിയുടെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇവിഷയകമായി വന്ന ഒരുപാട് ലഈഫായ ഹദീസുകളുണ്ട്. അങ്ങനെയും കൂടെ പക്ഷേ സ്വഹാബ മഹാന്മാരായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തി ഇത്രയധികം ഹദീസുകൾ ഒരേ വിഷയത്തിൽ വന്നതുകൊണ്ട് തന്നെ അതിന് സിഹത്തിന്റെ ബലമുണ്ട്. സ്വഹീഹായതും വന്നിട്ടുണ്ട്, പക്ഷെ വിഷയമായി ഒരുപാട് അങ്ങനെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇത്തരം ഹദീസുകൾ ഒരുപാട് വന്നതുകൊണ്ട് തന്നെ അതിന് സിഹത്തുണ്ട്. സിഹത്തിന്റെ സ്ഥാനത്താണ് അതുള്ളത് എന്ന് ഹദീസിന്റെ ഉലമാക്കൾ പറഞ്ഞത് കാണാം. അപ്പൊ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വസന്തം, അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ആ ജന്മത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടിയത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ. എത്രയോ ഹദീസുകൾ അങ്ങനെയുണ്ട്. ഇനി ഹദീസല്ല, ഒരു റിപ്പോർട്ടിങ്ങിനെ കാണാമല്ലോ. കിതാബുൻ നിക്കാഹിൽ 5101 ഭാഗത്തിൽ കാണാം. അബൂലഹബ് ആരാണ്? അബൂലഹബ് അള്ളാഹു ഖുർആനിൽ ശപിച്ചവനാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അള്ളാഹു ഖുർആനിൽ ശപിച്ചവനാണ്, പേരെടുത്ത് അവനെയും കുടുംബത്തെയും ശപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ വെച്ച് ശുദ്ധമായ പാനീയം കുടിപ്പിക്കപ്പെടും. എന്താണ് കാരണം? ബിഇതാഖത്തി സുവൈബ, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന തന്റെ അടിമ, ആ അടിമ തന്റെ സഹോദരൻ അബ്ദുള്ളയുടെ ഭാര്യ ആമിനക്കൊരു കുഞ്ഞു പിറന്നിട്ടുണ്ട്. അന്ന് നബിയൊന്നും ആയിട്ടില്ലല്ലോ, അതൊന്നും അറിയാൻ പാടില്ല അബൂലഹബിന്. ആ സന്തോഷം വന്ന് പറയാണ് അബൂലഹബിനോട്, അബൂലഹബേ, താങ്കളുടെ സഹോദരൻ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ആ സന്തോഷത്തിൽ അബൂലഹബ് പറഞ്ഞുപോയി, അൻതി ത്വാലിഖത്തുൻ, നീ ഇന്ന് മുതൽ മോചിപ്പിക്കപ്പെട്ടവളാണ്, നീ ഇന്ന് മുതൽ എന്റെ അടിമയല്ല, നിനക്ക് പോകാം. അന്ന് നബിയാണെന്ന് അറിയുന്നതിന് മുൻപേ അബൂലഹബ് നടത്തിയൊരു അടിമമോചനുണ്ട്. അതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂലഹബിന് നരകത്തിൽ ശുദ്ധമായ പാനീയം നൽകപ്പെടുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ നബിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങൾ അപ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പള്ളിയിൽ വെച്ച് പോലും മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം തിർമിദിയും ഇമാം മുസ്ലിമും നസായിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി, മദീന പള്ളിയിൽ ഒരു മിംബർ ഉണ്ടാക്കി കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആർക്ക്? ഹസ്സാന്. 2 മിംബർ ഉണ്ടായിരുന്നു മദീന പള്ളിയിൽ. നിങ്ങൾക്കറിയോ? മദീന പള്ളിയിൽ 2 മിംബർ. ഒരു മിംബർ ഖുത്ബക്കാണെങ്കിൽ മറ്റൊന്ന് ഹസ്സാൻ ഇബ്നു സാബിത്തിനാണ്. എന്തിനാണ്? യുഫാഖിറു അൻ റസൂലില്ലാ, റസൂലുള്ളാഹിനെ പുകഴ്ത്തിപ്പാടാൻ, റസൂലുള്ളാഹിന്റെ മൗലിദ് പാടാൻ മദീന പള്ളിയിൽ മിംബർ ഉണ്ടാക്കി കൊടുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്താ പാടിയത് ഹസ്സാൻ ഈ മൗലിദ് ചൊല്ലിക്കഴിയുമ്പോ റസൂലുള്ളാഹി പള്ളിയിൽ നിന്ന് അങ്ങനെയല്ല പൊയ്ക്കോ എന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹി ദുആ ചെയ്യാൻ, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ് മാ യുഫാഖിറു അൻ റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മൗലിദ് ചൊല്ലുന്ന കാലം അത്രയും ഹസ്സാന് ജിബ്രീലിന്റെ സഹായം അള്ളാഹു നൽകട്ടെ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി ഹസ്സാൻ എന്താ പാടിയത്? ഹസ്സാൻ പാടിയത് വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. അതായത് റസൂലുള്ളാഹി ആദർശ ധീരതയുള്ള നേതാവാണ്. ഇതൊക്കെ മാറ്റിവെക്ക്. റസൂലുള്ളാഹിയുടെ ഗ്ലാമറിനെ പോലും വർണ്ണിച്ചിരുന്നു. വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി, അങ്ങയെപ്പോലെ ഉത്തമനായ ഒരു മനുഷ്യനെ ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയെ. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെപ്പോലെ ഇത്ര മൊഞ്ചനെ, ഇത്ര ഗ്ലാമറസ് ആയ മനുഷ്യനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി, അങ്ങയെ കണ്ടാൽ തന്നെ എല്ലാ ന്യൂനതകളിൽ നിന്നും അങ്ങ് പ്രൊട്ടക്റ്റഡ് ആണ് നബിയെ. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, ഇന്ന് നമ്മളത് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് മുശീക്കാക്കി കളയും. അങ്ങയെ കണ്ടാൽ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അള്ളാഹ് അങ്ങയെ പടച്ചതാണെന്ന് തോന്നും നബിയെ. അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ കോലത്തിലായത് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. പക്ഷെ അങ്ങയെ കണ്ടാൽ, അങ്ങയുടെ ആകാര ഭംഗി കണ്ടാൽ, അങ്ങയുടെ സ്വഭാവം കണ്ടാൽ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അള്ളാഹ് അങ്ങയെ പടച്ചതാണെന്ന് തോന്നും നബിയെ. അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്, പടച്ചോനെ ഈ പാടുന്ന കാലം അത്രയും ഹസ്സാന് ജിബ്രീലിന്റെ സഹായം കൊടുക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ കൃത്യാണത്. പിന്നെ നമുക്ക് ഈ ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മളിങ്ങനെ കൊച്ചു ആരോപണങ്ങൾ, ക്രിസ്ത്യാനികൾ പള്ളിയെ അലങ്കരിക്കുന്നത് പോലെ പള്ളിയെ നിങ്ങൾ അലങ്കരിക്കല്ലേ എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ?
ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തുന്നത് പോലെ നിങ്ങൾ പുകഴ്ത്തല്ലേ എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ? ഓ, കേൾക്കുമെന്ന് വലിയ ആനക്കാരിയാന്നൊക്കെ തോന്നിപ്പോവും. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തിയത് എങ്ങനെയാ? ഈസ ദൈവമാണെന്നും ദൈവത്തിന്റെ പുത്രനാണെന്നാണ്. അതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, ബാക്കി നിങ്ങൾ എന്നെ പുകഴ്ത്തണം എന്നാണ് പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. റസൂലുള്ള എവിടെയെങ്കിലും എന്നെ നിങ്ങൾ മദ്ഹ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാ റസൂലുള്ളാഹ് അങ്ങനെ പറയായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ള പറഞ്ഞെന്താ? ഈസാ നബിയെ പുകഴ്ത്തുന്നത് പോലെ എന്നെ പുകഴ്ത്തരുത്. റസൂലുള്ള ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ ഏതെങ്കിലും ഒരു മുസ്ലിം പറയുന്നുണ്ടോ? ഇന്നാലിന്ന ആളുകൾ ഭക്ഷണം കഴിക്കണത് പോലെ നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പട്ടിണി കിടക്കണമെന്നല്ല. അവര് കഴിക്കണതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഉഷാറായിട്ട് കഴിച്ചോ എന്നാണ് അതിന്റെ അർത്ഥം. സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയല്ലേ ബാനത്തു സുആദ് എന്ന് പറയുന്ന മനോഹരമായ കവിത റസൂലുള്ളാഹിന്റെ മൗലിദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ ശരീരത്തുണ്ടായിരുന്ന ഷോൾ എടുത്തിട്ട് ആ സ്വഹാബിക്ക് ആനയിച്ചു കൊടുക്കാൻ സന്തോഷത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക് എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഹാക്കിം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മൗലിദ് ചൊല്ലാൻ മദ്ഹ് ചൊല്ലാൻ എനിക്ക് അനുവാദം തരുമോ നബിയെ? എനിക്ക് അനുവാദം തരുമോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? മാ യുഫ്ളില്ലാഹു ഫാക്. ഇനി ഒരിക്കലും നിന്റെ വായക്ക് ഒരു പ്രയാസവും അല്ലാഹ് തരില്ല. മരിക്കുന്നത് വരെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വായക്ക് ആ പല്ലിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല റസൂലുള്ളാഹിന്റെ മൗലിദ് ചൊല്ലാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈസാ നബിയെ പോലെ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നെ നിങ്ങൾ ധാരാളം മദ്ഹ് ചെയ്യണേ, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. അവര് ഈസാ നബിയെ അള്ളയാക്കിയിട്ടുണ്ട്, ഞാൻ അള്ളാന്റെ ഹബീബല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. മറ്റൊന്നെന്താണ്? പള്ളിയെ നിങ്ങൾ അലങ്കരിക്കരുത് എന്ന്. അതൊക്കെ തെറ്റിദ്ധരിച്ചു പോയതാണ്. ആ ഹദീസൊക്കെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പള്ളിയെ അലങ്കരിക്കരുത്, ക്രിസ്ത്യാനികൾ അലങ്കരിച്ചതുപോലെ ജൂതന്മാർ അലങ്കരിച്ചതുപോലെ. അപ്പൊ ഇതിന്റെയൊക്കെ തൊട്ട് താഴെ വിശദീകരണങ്ങളുണ്ട്. പള്ളിയെ അലങ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പോലെ ഞാൻ ചോദിച്ചില്ല, ഈ ലൈറ്റ് എന്തിനാ? അലങ്കാരത്തിനാണ് ഇല്ലേ? അന്നത്തെ കാലത്ത് എന്തായാലും നമ്മളിപ്പോ പള്ളിയുടെ പുറത്തിടുന്ന സീരിയൽ ബൾബ് ഉണ്ടായിരുന്നോ? അപ്പൊ പിന്നെ അതേതായാലും അല്ല, അന്ന് പള്ളിയുടെ പുറത്ത് ലൈറ്റ് ഇടുന്ന പരിപാടി അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ഇടരുത് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു ഉദാഹരണം അന്നില്ല. അന്ന് പള്ളി അലങ്കരിച്ചത് മുഴുവൻ പള്ളിയുടെ അകത്താണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹറം പള്ളിയിലും മദീനത്തെ പള്ളിയിലും കോടാനുകോടി രൂപയാണ് ലൈറ്റിങ്ങിന് വേണ്ടി ചെലവാക്കുന്നത്. കണ്ടില്ലേ ജൂതന്മാരുടെ പള്ളിയാണ് നമ്മൾ പറയോ? മാദല്ലാഹ് പറയോ? നമ്മള് പറയൂല. അപ്പൊ ഈ പറഞ്ഞ അലങ്കാരം എന്താണ്? അന്ന് ക്രിസ്ത്യാനികൾ സ്വർണം കൊണ്ട് പല ചിത്രപ്പണികളും പള്ളിയുടെ അകത്ത് നടത്തിയിരുന്നു. ജൂതന്മാരടക്കം അവരുടെ ദൈവങ്ങളുടെ ചിത്രവും അല്ലാത്ത ചിത്രങ്ങളും ഒക്കെ കൊണ്ട് പള്ളിയുടെ അകം നിറച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചിത്രപ്പണികൾ കൊണ്ട് നിങ്ങളുടെ പള്ളി നിങ്ങൾ അലങ്കരിക്കരുതേ സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാതെ 3-4 ലൈറ്റ് റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടിടുന്നവരെ കുറിച്ചല്ല. എത്രയോ താബിഈങ്ങൾ പറഞ്ഞു, ഉഹദ് മലയോളം സ്വർണം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ മീലാദിൽ സന്തോഷിക്കാൻ ഞാനത് ചെലവാക്കിയേനെ. കാരണം അതെന്റെ ഹബീബാണ്. ഇത് പ്രണയമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. കേവലം അക്ഷരങ്ങൾ മാത്രം വെച്ചിട്ട് റസൂലുള്ളാഹിനെ അളക്കാൻ നിൽക്കുന്നവർക്ക് ഇത് തിരിയില്ല. അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിൽ ലയിച്ച റസൂലുള്ളാഹിയിൽ ലയിച്ചവർക്ക്, ആ മഹബത്തുള്ളവർക്ക് മാത്രമേ ഇത് തിരിയൂ. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹിന്റെ മീലാദ് വരുമ്പോ നമ്മൾ സന്തോഷത്തിന്റെ ഭാഗമായി 2 ലൈറ്റ് ഇട്ടാൽ അല്ലേ, അത് വലിയ പ്രശ്നമാണ്. അത് റസൂലുള്ളാഹിനോട് മഹബത്തില്ലായ്മയാണ്. ഈ പറയുന്ന ആളുകൾ അവരുടെ പള്ളിയുടെ ഉദ്ഘാടനം, ഇനി അവരുടെ ചില സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിനൊക്കെ ലൈറ്റ് ഇടും, അത് കുഴപ്പമില്ല. അവരുടെ മക്കളുടെ കല്യാണത്തിന് അവർ ലൈറ്റ് ഇടും, സീരിയൽ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കും, അത് കുഴപ്പമില്ല. അവരുടെ മക്കളുടെ കല്യാണത്തിന്റെ സ്റ്റേജ് അലങ്കാരത്തിന് എത്രയോ ലൈറ്റ്സ് അവർ കൊണ്ടുവന്ന് നിറയ്ക്കും. റസൂലുള്ളാഹിന്റെ മീലാദിന് 2 ലൈറ്റ് ഇടുമ്പോ മോനെ നിനക്ക് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിന്റെ പേരാണ് നിന്നിൽ ഈമാൻ അല്പം പോലുമില്ല, ആ ഒരു കണിക പോലും നിന്റെ മനസ്സിൽ ഈമാനില്ല, റസൂലുള്ളാഹിനോട് മഹബത്തില്ല. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ ലിസ്റ്റിൽ മോനെ നീ പെട്ടിട്ടില്ല. ഇത് മാത്രമാണ് അതിന്റെ അർത്ഥം. ഇത് മാത്രമാണ് വല്ലാഹി വല്ലാഹി, അത് മാത്രമാണ് അതിന്റെ അർത്ഥം. അത്ര വേദനിച്ചുകൊണ്ടേ പറയണേ. എന്താ നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് ഇത്ര ദേഷ്യം? എന്താ റസൂലുള്ളാഹിനോട് ഇത്ര വെറുപ്പ്? കേവലം ഈ കുറ്റിത്താടിയിലാണ് ഈമാൻ ഇരിക്കുന്നത് എന്ന് ആരാണ് മക്കളെ നിങ്ങളോട് പറഞ്ഞത്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഈ കുറ്റിത്താടിയിലകത്താണ് ഈമാൻ. ഈ ഈമാൻ ഉണ്ടെന്ന് പറയും, ഈ താടി ഇങ്ങനെ വലിച്ചു വിട്ടാൽ മതി, അതുമ്മലാണ് ഈമാൻ ഇരിക്കണതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? റസൂലുള്ളാഹിനോട് മഹബത്തില്ലാതെ നിങ്ങൾ മുട്ടറ്റം താടി വളർത്തിയാലും അള്ളാഹ്ക്കത് വേണ്ട കേട്ടോ, അള്ളാഹ്ക്കത് വേണ്ട. ഈമാനുള്ളവർക്ക് മാത്രം ഈമാനോടുകൂടെ റസൂലുള്ളാഹിനെ മഹബത്തുണ്ടായിരിക്കും. നിങ്ങൾ താടി വെക്ക്, ആ താടിയിലെ ബറക്കത്തുള്ളൂ. അല്ലാതെ വലിയ താടി വെച്ച് അതിലൊന്നും അല്ല കേട്ടോ ഈമാൻ. റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമുക്ക് തെളിവുകളില്ലാതെ വരുമ്പോൾ ദുഷിച്ച സംസാരങ്ങളാണ് മുസ്ലിയാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ. നമ്മൾ എല്ലാ കൊല്ലം പറയണ സംഗതിയാണ് അല്ലേ. ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നിട്ട് ഇല്ലേ, അമീദ് ഖാനോട് ഞാൻ ചോദിച്ചില്ലേ, മൗലിദൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം മീദ് ഖാൻ പൈസ എന്ന് ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് വേണ്ടി ഒരാളൊരു സഹായം ചെയ്തു തരുമ്പോ ഹദിയ കൊടുക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടം അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടല്ലോ, നിങ്ങൾ എന്നെ വിളിക്കണം മൗലിദിന്, നിങ്ങൾ എനിക്ക് 5 പൈസ തരണം, ഞാൻ വന്ന് മൗലിദ് നടത്തി തരും. ഇതൊന്നും നമ്മൾ അങ്ങനെ കൃത്യമായി. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം തരുന്നു. നബി പണിക്ക് പോയില്ലെന്നാണ്. നബി പണിക്ക് പോയത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാ. നുബുവത്തിന് ശേഷം റസൂലുള്ള ആട് വെച്ചിട്ടുണ്ടോ? ഇല്ല. നുബുവത്തിന് ശേഷം റസൂലുള്ള എന്ത് പണിക്കാ പോയത്? അവിടുത്തെ വരുമാനം ഹദിയയായിരുന്നു. നുബുവത്തിന് മുൻപാണ് റസൂലുള്ളാഹി ആടിനെ മേച്ച കഥയൊക്കെ പറയണത്. അപ്പൊ നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഹദിയ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഏതെങ്കിലും ഒരു ഉസ്താദ് നിങ്ങളുടെ കഴുത്തിന് പിടിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഈ പറയുന്ന കുറ്റം പറയുന്ന ആളുകളുടെ പള്ളിയിൽ ഇമാമില്ലേ? നിസ്കരിപ്പിക്കുന്നില്ലേ? മാസാമാസം ശമ്പളം കൊടുക്കണില്ലേ? അപ്പൊ ഒരാൾ പറയാ, കണ്ടില്ലേ നിസ്കാരത്തിന് പൈസ മേടിക്കണ്, പൈസക്ക് വേണ്ടി നിസ്കരിക്കണ് പറയും നമ്മള്. അപ്പൊ മൗലിദ് വരുമ്പോ ആ വിഷയം എന്താ? അത് മൗലിദിനോടുള്ള വിരോധം, റസൂലുള്ളാഹിനോടുള്ള വിരോധം. യഥാർത്ഥത്തിൽ മക്കളെ, നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാനെ പോലും അല്ല. അള്ളാന്റെ ഹബീബില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അള്ളാനെ കിട്ടുക? യഥാർത്ഥ റബ്ബിനെ പോലുമല്ല. നിങ്ങളുടെ കൽബിലുള്ളത് യഥാർത്ഥ റബ്ബ് പോലുമല്ല. അവനെ അറിയണമെങ്കിൽ റസൂലുള്ളാഹിയിലൂടെ തന്നെ അറിയണം. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുക്കാണ്, സമയം വൈകി. ഒറ്റ കാര്യം മാത്രം, അള്ളാഹു എവിടെയൊക്കെ റസൂലുള്ളാഹിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതക്കും. നിങ്ങളുടെ സൗണ്ട് റസൂലുള്ളാഹിനേക്കാൾ ഉയർത്തരുത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. നബി നിങ്ങൾക്ക് നിങ്ങളെക്കാൾ വലുതാകണം. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയണേ. എന്റെ അങ്ങനെ പറയാൻ കാരണം, ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ മുഅ്മിനീങ്ങൾക്ക്, അല്ലാത്തവർക്ക് ഇത് കൽബിൽ കേറൂല. മുഅ്മിനല്ലേ, കേവലം മുസ്ലിങ്ങൾക്ക് ഇത് കൽബിൽ കേറൂല. ഇത്രയൊക്കെ കേട്ടിട്ടും ഒരല്പം പോലും മാറ്റം ഉണ്ടാകണില്ലേ? ഉറപ്പിച്ചോ, നമ്മുടെ കൽബിൽ ഈമാനിന്റെ കണിക ഇല്ലാത്തത് കൊണ്ടാ. ഈമാനിന്റെ കണികയില്ല. ഇതൊന്നും നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇപ്പൊ സംഗതിയൊക്കെ എനിക്ക് പിടികിട്ടിയില്ലേ? ഈ ബോധ്യത്തിൽ ചൊല്ലണം മുത്തുനബിയോടുള്ള മഹബത്താണ് ഇവിടുത്തെ വിഷയം. ഈ മഹബത്തില്ലാതെ പോയതാണ് പുത്തൻവാദികൾ പിഴച്ചു പോകാനുള്ള കാരണം. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് പറയാം, പഠിക്കാനും. ഇനി അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ പിറന്നാൽ പിന്നെ എല്ലാ ദിവസവും നമുക്ക് സ്വബാഉൽ ഖൈർ രാവിലെ വൈകുന്നേരം മുത്തുനബിയുടെ മൗലിദ് നമുക്ക് ഒരുമിച്ച് ചൊല്ലണ്ടേ മജ്ലിസിൽ? വേണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ദ്വാരക്കണില്ല, സമയത്തിലായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ എല്ലാ ദ്വാകളും അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ മജ്ലിസിൽ നമ്മൾ ഇരിക്കുന്നത് എന്തൊക്കെ പ്രയാസങ്ങളോടുകൂടെയാണോ ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹ് മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് മാറ്റിത്തരുമാറാകട്ടെ. കഴിയുന്നവരൊക്കെ നമ്മൾ ഏറ്റെടുത്ത റിലീഫ് പദ്ധതി ഉണ്ടല്ലോ, കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹദിയ ചെയ്യുക. അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.